ലൈംഗികാതിക്രമത്തിനെതിരെ പരാതി നൽകിയപ്പോൾ ഫെഫ്ക ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തിയെന്ന് ഹെയർ സ്റ്റൈലിസ്റ്റ്. പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്ന സിനിമയുടെ സെറ്റിലാണ് ദുരനുഭവം നേരിട്ടത്. അവസരം ലഭിക്കണമെങ്കിൽ രാത്രി വീഡിയോ കോൾ ചെയ്യണമെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷാജി പുൽപ്പള്ളി ആവശ്യപ്പെട്ടെന്നും ആരോപണം. പരാതി ഉന്നയിച്ചപ്പോൾ സംഘടനാ ഭാരവാഹിയായ സീമ ഹരിദാസ്, സ്വീറ്റി എന്നിവർ തന്നെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും യുവതി 24നോട് പറഞ്ഞു. പടച്ചോനെ നിങ്ങൾ കാത്തോളിയിൽ നിന്ന് ഉള്ളൊരു സിനിമയ്ക്കകത്ത് വെച്ചിട്ട് ഒരു മേക്കപ്പ് അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തു. വേറൊരു സെറ്റിലും എനിക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത്. ചാരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് അസിസ്റ്റൻ്റ് ഇതുപോലെ ഭയങ്കര മോശമായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യലും ഉണ്ടായി. അതുപോലെ തന്നെ അവൻ്റെ പേരിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജി പുൽപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്നെ രാത്രി വിളിക്കുകയാണ്. രാത്രി വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഒരു വർക്ക് ഉണ്ട്, വരാൻ പറ്റുമോ തനിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചേട്ടാ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൾ എന്നോട് പറയുന്നത് വീഡിയോ കോളിൽ വരാനാണ്. വീഡിയോ കോൾ എന്തിനു വരണം, നീ വർക്ക് ചെയ്യുമെന്ന് അറിയണ്ടേ, വർക്ക് ചെയ്യുമെന്ന് അറിയാം, വീഡിയോ കോൾ ഉണ്ടായാലും അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിജക്റ്റ് ചെയ്തു. പിന്നീടാണ് അറിഞ്ഞത് പലരോടും ഇയാൾ ഈ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് വർക്കുണ്ട്, റൂമില്ല, നമ്മളോട് റൂമില്ല, റൂം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെയുള്ള സംസാരങ്ങൾ. നമ്മുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിരുന്ന ഈ സീമ ഹരിദാസ് നമ്മളോട് ഒരു തരത്തിൽ ഫോൺ വിളിച്ചിട്ട് പറയും നീ കംപ്ലയിൻറ്റ് ചെയ്യണം, നിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ വരുമ്പോൾ നമ്മളോട് പറയുന്നത് ഇതിനുള്ള തെളിവെന്താ, അങ്ങനെ നമ്മളാണ് മോശക്കാരാവുന്നത്. വളരെ ബെഡനെ. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അവർ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു എന്തെന്ന്. എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്നെപ്പറ്റി പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താണ്, നിനക്ക് നല്ലൊരു ഭാര്യനെ വേണമെങ്കിൽ നീ ഇവളെ സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക എന്നാണ് ഈ സീമ ഹരിദാസ് പറഞ്ഞത്. ഇവർക്കൊരു ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങുള്ള ആൾക്കാർക്ക് മാത്രമാണ് വർക്ക് കൊടുക്കുള്ളൂ. സൂരജ് ആണ് വാർത്ത വിവരണം. സൂരജ്, ആ സിനിമയുടെ പേര് പോലെയാ പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്നതാണ് അവസ്ഥ. സൂരജ്, അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, ഇത് ആ മേഖലയിലെ സ്ത്രീ എന്ന ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും നേരിടേണ്ടി വരുന്ന ഒരു ഗതികേടാണിത് എന്ന് പറയേണ്ടി വരില്ലേ? ഹാഷ്മി, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ സംവിധായകൻ ആഷിഖ് അബു എല്ലാം ഈ ഫെഫ്കയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ബി ഉണ്ണികൃഷ്ണനെതിരെ എല്ലാം നടത്തിയത് ആ വിമർശനങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഈ പുറത്തു വരുന്നത്. ഈ സിനിമാ സെറ്റിലെ ജീവനക്കാർക്ക് പോലും രക്ഷയില്ലാത്ത, വനിതാ ജീവനക്കാർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് അവരെ സംരക്ഷിക്കേണ്ട സംഘടനയായിട്ടുള്ള ഫെഫ്കയ്ക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒതുക്കി തീർക്കുന്നു. ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഇവർക്കെതിരെ അതിക്രമം നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ഫെഫ്ക സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മളോട് ഈ സംഭവം തുറന്നു പറഞ്ഞ യുവതിയാകട്ടെ തൃശ്ശൂർ സ്വദേശിയാണ്. പക്ഷെ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് സെറ്റിൽ 2 തവണ മോശം അനുഭവം ഉണ്ടായി. ഈ സമയത്തെല്ലാം തന്നെ ഈ ഫെഫ്ക ഭാരവാഹികളെ ഇത് സംബന്ധിച്ചുള്ള വിവരം അറിയിച്ചു. പക്ഷേ അവർ ഈ പരാതി പറയുന്ന സമയത്ത് ഇതിന് എന്ത് തെളിവ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ യുവതി ദയനീയമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ തൊഴിലിന് വേണ്ടി പോകുന്ന സമയത്ത് ശരീരത്തിൽ ഒളിക്യാമറ വെച്ച് നടക്കാൻ കഴിയുമോ എന്ന ദയനീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങളോട് അത്തരത്തിൽ തെളിവാണ് ചോദിക്കുന്നത്. ഇതേപോലെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി. അതുണ്ടായത് ഇവരുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് സംഘടനയുടെ ട്രഷറിൽ നിന്നാണ്. അങ്ങനെ ഇവർ പരാതി നൽകുന്ന ഒരു അഭിഭാഷകനെയും കൂട്ടി അവിടെ ചെല്ലുന്നു. ആ സമയത്ത് ആ ട്രഷർ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി നിർത്തി അവിടെ വെച്ച് പരസ്യമായി മാപ്പ് പറയുകയും ഈ തെറ്റേറ്റു പറയുകയും ചെയ്തു. പക്ഷേ ഈ ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഈ ട്രഷററെ വീണ്ടും അതേ പദവിയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം ബി ഉണ്ണികൃഷ്ണന്റെ അറിവോടുകൂടിയാണ് നടന്നതെന്ന് യുവതി പറയുന്നു. ഈ ഫെഫ്കയ്ക്കകത്തും ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരാണ് ഇത്തരത്തിൽ ഇതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നടത്തുന്നത്. 1 ലക്ഷം രൂപയൊക്കെയാണ് ഈ ഹെയർ സ്റ്റൈലിസ്റ്റായി ഈ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ഇവരോട് വാങ്ങുന്നത്. പക്ഷേ ഇത് വാങ്ങിയതിനു ശേഷം കൃത്യമായ തൊഴിൽ പോലും ലഭിക്കുന്നില്ല. ഒരു കോർ ഗ്രൂപ്പ് ഉണ്ട്, ആ കോർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ തൊഴിൽ ലഭിക്കുന്നത്. ഇനി ഈ വനിതാ ജീവനക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സെറ്റിൽ ഈ മേക്കപ്പ് മേഖലയിൽ 3 പേരൊക്കെയാണ് മിനിമം ഇത്തരത്തിലൊരു സിനിമ ചിത്രീകരണത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയുള്ളൂ. ഇവർക്ക് പലപ്പോഴും ഈ റൂം പോലും നൽകാറില്ല. ഇവർ സമീപിക്കുന്നത് ഈ റൂമൊന്നുമില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഈ ഫെഫ്കയ്ക്കെതിരെയും ഉയർത്തുകയാണ്. ശരി, സൂരജ് സജ് ആണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതൊക്കെ പറയുമ്പോഴും സിനിമയിൽ നല്ലവരായ ആൾക്കാരും ഒക്കെ ഉണ്ട്, ബഹുഭൂരിപക്ഷം നല്ലവരായ ആൾക്കാർ തന്നെയാണുള്ളത്. ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. പക്ഷേ അവരുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചെറുതല്ല, അവരെ പിടിച്ച് പുറത്തിടണം ആ മേഖല മുന്നോട്ടേക്ക് പോകണമെങ്കിൽ. അതേ പറയുന്നുള്ളൂ.